ഹലോ പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് നയന ഫോൺ ചെയ്യുന്നതാണ്. ഇത് കണ്ടുവരുന്ന ആദർശ് നയനോട് ചോദിക്കുന്നുണ്ട്, നീ ആരെയാണ് ഈ ഫോൺ ചെയ്യുന്നത്? അപ്പോൾ നയന പറയുന്നുണ്ട്, ഒന്നുമില്ല ആദർശ് ചേട്ടാ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ ഞാൻ തന്ന ജോലി വേണ്ട എന്ന് വെച്ചിട്ട് മറ്റുള്ളവരോട് ജോലി തേടുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് ശരിയല്ല നയന എന്ന് ആദർശ് നയനോട് പറയുന്നുണ്ട്. എന്നാൽ അപ്പോൾ നയന പറയുന്നുണ്ട്, സാരമില്ല ആദർശ് ചേട്ടാ, അത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ വരെ നിനക്ക് ജോലി തരാൻ സമ്മതിച്ചു, പിന്നെ നിനക്ക് എന്താണ് പ്രശ്നമെന്ന് ആദർശ് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അത് ശരിയാവില്ല ആദർശ് ചേട്ടാ, ഞാൻ ഇനി അവിടേക്ക് ജോലിക്ക് വരുന്നത് ശരിയല്ല, ഞാൻ ആ ജോലി സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് തിരിച്ച് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അപ്പോൾ നിൻ്റെ വീട്ടിലത്തെ കടങ്ങൾ എങ്ങനെ വീട്ടും? ഞങ്ങൾ പാവങ്ങൾ അത് എങ്ങനെയെങ്കിലും ചെയ്തോളാം എന്ന് തിരിച്ച് മറുപടി പറയുന്നുണ്ട്. ഇത് കേട്ട് ആദർശന് ദേഷ്യം വരുന്നുണ്ട്. നിൻ്റെ ഈ അഹങ്കാരം നിറഞ്ഞ സ്വഭാവമാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. നിനക്ക് എന്തുകൊണ്ടാണ് ഞാൻ തരുന്ന ജോലി സ്വീകരിക്കാൻ ഇത്ര വിഷമമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇത് ഞാൻ ഇനി സ്വീകരിച്ചാൽ അത് ശരിയാവില്ല, വീണ്ടും വീണ്ടും ഓരോ പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ട് ഞാനത് സ്വീകരിക്കില്ല ആദർശേട്ടാ. ആദർശേട്ടന് എന്തെങ്കിലും ആവശ്യമുണ്ട്, എന്തെങ്കിലും ഡിസൈൻ ആവശ്യമുണ്ടെങ്കിൽ ഞാനത് വരച്ച് തരാം, അതിന് എനിക്ക് പ്രതിഫലമൊന്നും തരണ്ട എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നയന പറയുന്നുണ്ട്, ആദർശേട്ടനും കുറേ പരിമിതികളുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ ആദർശേട്ടൻ എന്നെ സ്നേഹിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല. അതുമാത്രം മതി ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന്. അത് എനിക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു എന്നൊക്കെ ആദർശിനോട് നയന പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ട ആദർശ് ഒരു ചെറുപുഞ്ചിരിയോട് കൂടിയിട്ട് നയന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുന്ന ആദർശിനെയാണ് കാണിക്കുന്നത്. അതിനുശേഷം നവ്യയുടെ റൂമാണ് കാണിക്കുന്നത്. നവ്യയുടെ റൂമിലേക്ക് മദ്യപിച്ചുകൊണ്ട് കടന്നു വരുന്ന അഭിനെയാണ് കാണിക്കുന്നത്. ഇത് കണ്ട നവ്യ അബിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളതല്ലേ നിന്നോട് ലേറ്റായിട്ട് വരരുതെന്ന്. അപ്പോൾ തന്നെ അബി നവിയോട് സോറിയൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ചക്കര മുത്തല്ലേ, നീ ഇതാരോടും പറയല്ലേ, എനിക്കൊരു ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, നീ മദ്യപിച്ചിട്ടാണോ വന്നിട്ടുള്ളത്? അപ്പോൾ അബി പറഞ്ഞു, ഇതാ നിനക്ക് ഞാനൊരു ചോക്ലേറ്റ് കൊണ്ടുണ്ട് എൻ്റെ ചക്കരയെ എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു ചെറിയൊരു ഡ്രിങ്ക് ഞാൻ കഴിച്ചിട്ടുള്ളൂ, എനിക്കിന്നൊരു ചെറിയ പാർട്ടി ഉള്ളത് കൊണ്ടാണ്, നീ ഇതാരോടും പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അബി നവിയെ ഇങ്ങനെ സോപ്പിടുന്നൊക്കെ ഉണ്ട്. ഈ ചോക്ലേറ്റൊക്കെ കണ്ടപ്പോൾ നവിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നവിക്ക് നവിയുടെ കാര്യം മാത്രമല്ലേ ഇപ്പോഴുള്ളൂ. അപ്പോൾ അബി ചോക്ലേറ്റൊക്കെ കൊടുത്ത് നവ്യേനെ വശത്താക്കി. അതിനുശേഷം അബി ഭയങ്കര സ്നേഹപ്രകടനങ്ങളാണ് നവിയോട് കാഴ്ചവെക്കുന്നത്. നീ എൻ്റെ മുത്തല്ലേ ചക്കരയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യേനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. എന്നാൽ അബിയുടെ ഈ പെരുമാറ്റം നവ്യ നന്നായി മുതലെടുക്കുകയാണ് ചെയ്തത്. കാരണം കുറേ നാളുകളായിട്ട് അബി തന്നോട് അകലം കാണിക്കുക എന്നുള്ളത് നവിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ തനിക്കൊരു കുഞ്ഞുണ്ടാവണം എന്നുള്ള കാര്യം ഈ അവസരത്തിൽ മുതലാക്കാമെന്നുള്ള രീതിയിലാണ് നവ്യയുടെ തിരിച്ചുള്ള പെരുമാറ്റമായിരുന്നത്. നവ്യ അത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ബോധപൂർവം എൻ്റെ അടുത്തേക്ക് വരില്ല, ഇങ്ങനെയുള്ള അവസരങ്ങളാണ് എനിക്കതിനെ സാധിക്കുള്ളൂ, ഇതെന്തായാലും മുതലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ തിരിച്ചും അബിയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഭാഗങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അബി പറയുന്നുണ്ട്, നിന്നെ പോലുള്ള സൗന്ദര്യമുള്ളത് ഞാൻ വേറെ ഒരിക്കലും കണ്ടിട്ടില്ല, നീയാണ് എൻ്റെ മുത്ത് ചക്കര, നിൻ്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞും നിന്നെപ്പോലെ സുന്ദരിയായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അബി കട്ടിലുമിലേക്ക് വീഴാണ്. ഇത് കണ്ട നവ്യ വേഗം ചെന്ന് വാതിലൊക്കെ അടച്ചിട്ട് പറയാണ്, എൻ്റെയും ആഗ്രഹം ഇത് തന്നെയാണ്, എനിക്കൊരു കുഞ്ഞിനെ എന്തായാലും വേണം, ഈ ഒരു അവസരം അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ സ്നേഹിക്കുന്ന ഭാഗങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. നയന നമ്മുടെ അറുമുഖൻ സാറിനെ വിളിക്കുന്നതാണ്, എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നതാണ് നയന. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്താണ് സാറേ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ സാർ തിരിച്ച് പറയുന്നുണ്ട്, നയനയ്ക്കല്ലേ വിശേഷം, നയനമുള്ള കല്യാണം കഴിഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്തിനാണ് സാർ വീട്ടിലേക്ക് പോയത്? അപ്പോൾ നമ്മുടെ അറുമുഖൻ സാർ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ്, ഞാനിങ്ങനെ ശില്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി പോയതാണ്, പക്ഷേ നയനമോളില്ലാത്തതുകൊണ്ട് ഞാനത് കൊടുത്തു, ഞാൻ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പോവുകയാണെന്നൊക്കെ പറയാണ്. ഇത് കേട്ട നയന പറയാണ്, അയ്യോ ഒരിക്കലും ചെയ്യരുത് സാറേ, എനിക്ക് വർക്ക് എനിക്ക് തന്നെ തരണം, ഞാൻ അച്ഛനും ഞാനും കൂടിയിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇല്ല മോള് കല്യാണം കഴിഞ്ഞ് പോയതല്ലേ, അപ്പോൾ അച്ഛൻ ഇനി അത് സമ്മതിക്കില്ല, എനിക്കതിൻ്റെ പിന്നാലെ നടക്കാൻ സമയമില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ നയന വളരെയധികം അപേക്ഷിച്ചിട്ട് പറയുന്നുണ്ട്, സാർ പ്ലീസ് ഞാൻ തന്നെ ചെയ്തു കൊള്ളാം, സാർ വിചാരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഞാനത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാം, വേറെ ആർക്കും വർക്ക് കൊടുക്കരുതെന്നൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് അയാൾ സമ്മതിക്കുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ ശരി, ഞാൻ ആ വർക്ക് മോൾക്ക് തന്നെ തരാം, എന്നാൽ മോളുടെ കൈ അതിലില്ല എങ്കിൽ ഞാൻ തരുന്ന പൈസയൊക്കെ ഞാൻ തിരിച്ചു മേടിക്കും, പിന്നെ ആ സമയത്ത് വിഷമം വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയ്ക്ക് ആ ജോലി കൊടുക്കുകയാണ് നമ്മുടെ അറുമുഖൻ സാറ്. അങ്ങനെ നയന ഭയങ്കരധികം സന്തോഷമാണ്. കാരണം നയനയ്ക്ക് ആ ജോലി കിട്ടി കഴിഞ്ഞാൽ വീട്ടിലത്തെ കടബാധ്യതകൾ ഒരുപാട് തീരുമെന്ന് നയനയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ നയന ആ ജോലി ഭയങ്കര സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ്.
അതിനുശേഷം നയന വന്നിട്ട് നമ്മുടെ ആദർശിൻ്റെ അടുത്ത് പിറ്റേ ദിവസം ആദർശിൻ്റെ അടുത്ത് വന്നിട്ട് അനുവാദം ചോദിക്കുകയാണ്. ഞാനൊന്ന് വീട് വരെ പോയിക്കോട്ടെ, എനിക്ക് എൻ്റെ അച്ഛനെ ഒന്ന് സഹായിക്കണം എന്ന് ചോദിക്കുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ഞാൻ തന്ന ജോലി ഉപേക്ഷിച്ച് നീ അച്ഛനെ സഹായിക്കാൻ പോവുകയാണോ, ഇത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതിൽ തെറ്റ്, ഞാൻ എൻ്റെ അച്ഛനെ സഹായിക്കുന്നതിൽ എന്താണ് തെറ്റ്? അച്ഛനെ സഹായിക്കുന്നത് തെറ്റില്ല, പക്ഷേ ഞാനൊരു ജോലി തന്നിട്ട് നീ അത് സ്വീകരിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ അച്ഛന് ഒരു വലിയൊരു ഓർഡർ കിട്ടിയിരിക്കുകയാണ്, അപ്പോൾ എൻ്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ അച്ഛൻ വയ്യാതെ ഇരിക്കല്ലേ, അപ്പോൾ എൻ്റെ സഹായം ഉണ്ടെങ്കിൽ അച്ഛന് അതിൽ നന്നായി ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, പ്രതിമകളും ശില്പങ്ങളും ഉണ്ടാക്കുന്ന ജോലിയേക്കാളും നല്ലതല്ലേ ഞാൻ തന്ന ജോലി? അനന്തപുരയിലെ മരുമക്കൾ നല്ല അന്തസ്സോടെ ജീവിക്കണം, നല്ല ജോലി ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്നാൽ ഇത് കേട്ട നമ്മുടെ ആ നായിനെ പറയുന്നുണ്ട്, ശില്പം ഉണ്ടാക്കുന്നത് അത്ര മോശപ്പെട്ട ജോലിയാണോ? നല്ല ജോലിയല്ലേ, എല്ലാ ജോലിക്കും അതിൻ്റേതായ ഒരു അഭിമാനവും സന്തോഷമൊക്കെ ഇല്ലേ എന്നൊക്കെ നായന തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ തർക്കിക്കാനില്ല, നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ ചെയ്തോട്ടെ, ഒരു ജോലിയും മോശമാണെന്ന് ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയോട് വീട്ടിലേക്ക് പൊക്കോ എന്ന് ആദർശ് പറയുകയാണുണ്ടായത്. ഇത് കണ്ട് നയനയ്ക്ക് ഭയങ്കരധികം സന്തോഷമായി. എന്നാൽ ഇവരുടെ ഈ സംസാരങ്ങളൊക്കെ വേറൊരാൾ കേൾക്കുന്നുണ്ടായിരുന്നു, മറ്റാരുമല്ല അബി. അവരുടെ സന്തോഷം എന്ന് പറഞ്ഞ നിമിഷം എന്തായാലും പൊളിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ ആലോചിച്ച് നിൽക്കുകയായിരുന്നു അബി. അതിനുശേഷം കാണിക്കുന്നത് നയനയുടെ വീട്ടിലേക്ക് വരുന്ന അറുമുഖൻ സാറിനെയാണ്. അറുമുഖൻ സാറ് ആ ഓർഡർ അവർക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അങ്ങനെ അറുമുഖൻ സാറ് നയനയുടെ അച്ഛനോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ആ ഓർഡർ മറ്റാർക്കും കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ തരാൻ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയനയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഇങ്ങനെ തീരുമാനിക്കാൻ? അപ്പോൾ അങ്ങനെ നയനെ വിളിച്ചതും നയനെ ഈ ഓർഡർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതും ഒക്കെ അറുമുഖൻ സാറ് നമ്മുടെ അച്ഛനോട് പറയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, വേണ്ട, ഞാൻ എന്തായാലും ഈ ഓർഡർ സ്വീകരിക്കുന്നില്ല, നയനമോൾ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത് തെറ്റാണ്, അത് ശരിയാവില്ല, ഞാൻ ഈ ഓർഡർ സ്വീകരിക്കുന്നില്ല, നിങ്ങൾ തിരിച്ചു പോയിക്കോ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അറുമുഖൻ സാർ ഭയങ്കര ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ബാധ്യത ഉണ്ടെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ആരെ മുന്നിൽ പോയി കൈ നീട്ടിയാലും കെട്ടിച്ചു കൊടുത്ത മകളെ വിളിച്ചു വരുത്തി ഇവിടെ ജോലി ചെയ്യിക്കുന്നത് ശരിയല്ല, അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല, ഈ വീട് വിൽക്കേണ്ടി വന്നാൽ പോലും ഞാൻ അതിന് മുതിരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചയക്കാൻ നോക്കുകയാണ് നമ്മുടെ നയനയുടെ അച്ഛൻ. ഈ സമയത്താണ് നമ്മുടെ നയന കടന്നു വരുന്നത്. അപ്പോൾ അറുമുഖൻ സാർ പറയുന്നുണ്ട്, നയന മോളെ ഈ ഓർഡർ അദ്ദേഹം സ്വീകരിക്കുന്നില്ല, വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തു പറ്റി അച്ഛൻ ചോദിക്കുമ്പോൾ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, അത് ശരിയല്ല മോളെ, മോൾ ഇവിടെ വന്ന് ചെയ്യുന്നത് തെറ്റാണ്, ജോലി ചെയ്യുന്നത് തെറ്റാണ്, അനന്തപുരയിലുള്ളവർക്ക് അത് ഇഷ്ടപ്പെടില്ല, മോളോട് ഞാനത് ചെയ്യുന്നത് നീതികേടാന്നൊക്കെ പറഞ്ഞ് തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ആദർശേട്ടനോട് അനുവാദം ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ആദർശേട്ടൻ എത്ര ദിവസം വേണമെങ്കിലും അതിനു വേണ്ടി ഇവിടെ നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാൻ ജോലി ചെയ്യാൻ വരുന്നത് പകൽ ടൈമിലാണ്, അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ അച്ഛനോട് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഞാനിനി ഈ ഓർഡർ സ്വീകരിക്കില്ല, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ എന്നൊക്കെ അറുമുഖൻ സാറിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് നയനയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഈ അച്ഛൻ ഈ ഓർഡർ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നില്ല, എൻ്റെ അവസാന വരവാണ് ഇന്ന്, ഇനി മുതൽ ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല, നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ നിങ്ങൾ അനന്തപുരിയിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയന തിരിച്ചു പോവുകയാണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ കനകദുർഗ പറയുന്നുണ്ട്, ചേട്ടാ വിളിക്ക്, നമ്മുടെ മോളെ വിളിക്ക്, അവൾ പോകാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അച്ഛൻ ചെന്നിട്ട് നയനോട് പറയുന്നുണ്ട്, മോളെ വേറൊന്നും കൊണ്ടുമല്ല, ഇത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, മോൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത്. എന്നാൽ നയന സമ്മതിക്കുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിൽ അനുവാദം ചോദിച്ചിട്ടാണ് വരുന്നത്, അച്ഛനെ സഹായിക്കണം, അതെൻ്റെ കടമയാണ്, നിങ്ങൾ ഇങ്ങനെ പലിശക്കാരുടെ ഇടയിൽ കൈനീട്ടി നിൽക്കുന്നത് എനിക്ക് വിഷമമുണ്ടാകുന്ന കാര്യമാണ്, അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്നൊക്കെ നയന ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ ഈ ഓർഡർ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇനി ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, മോളുടെ വാശി അച്ഛൻ അറിഞ്ഞൂടെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്വാൻസ് മേടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നയനയുടെ അച്ഛൻ ആ ഓർഡർ സ്വീകരിക്കുകയാണ്, തിരിച്ചു ചെന്ന് അറുമുഖൻ സാറിനെ സ്വീകരിക്കുകയാണ്. അപ്പം അറുമുഖൻ സാറ് പറയുന്നുണ്ട്, എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ പോകാതെ നിന്നത്, മോള് പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കാണ്ടിരിക്കില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഈ ഓർഡർ നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം, ഘട്ടം ഘട്ടമായിട്ട് ഈ ഓർഡറിൻ്റെ പൈസ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അറുമുഖൻ സാറ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, അച്ഛനൊന്നും കൊണ്ടും പേടിക്കണ്ട, എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് ഞാൻ അച്ഛനെ സഹായിച്ച് നമുക്ക് ഈ വർക്ക് ചെയ്യാം, മറ്റാരുടെയും മുന്നിൽ കൈ നീട്ടാതെ നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് തന്നെ നമ്മുടെ കടങ്ങൾ തീർക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന നയനയാണ് കാണിക്കുന്നത്.
അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നവ്യേനെയും അഭിയേനെയാണ്. അഭിയുടെ നെഞ്ചിൽ ഒട്ടിച്ചേർന്ന് കിടക്കുന്ന നവ്യയെ കണ്ടപ്പോൾ അഭി ഞെട്ടിത്തെറിച്ച് എനിക്കാണ് ചെയ്യുന്നത്. എന്നിട്ട് നവ്യയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എപ്പോഴാണ് ഈ റൂമിലേക്ക് വന്നത്? അപ്പോൾ നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ തീരെ ബോധമില്ലേ? നീ എൻ്റെ അടുത്ത് വന്ന് കിടന്നൊന്നും എനിക്കറിയില്ല എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ഇന്നലെ നടന്നത്? അപ്പോൾ നമ്മുടെ നവ്യ ഭയങ്കര സ്നേഹത്തോടെ പറയുന്നുണ്ട്, കുറേ നാളുകൾ ശേഷമാണ് നീ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത്. ഞാൻ നിന്നെ സ്നേഹിച്ചു. എങ്ങനെ സ്നേഹിച്ചു? നീ എൻ്റെ അടുത്തുനിന്ന് വളരെ അകലെയല്ലായിരുന്നേ, നീ അകന്ന് പോവുകയില്ലായിരുന്നേ. പക്ഷേ ഇന്നലെ അതെല്ലാം മാറ്റി നീ എന്നോട് വളരെയധികം സ്നേഹിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ നവ്യ? നമ്മൾ കുറച്ച് അകലം പാലിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ? നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം നീ മറക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അഭി. പക്ഷേ നവ്യ പറയുന്നുണ്ട്, എന്തൊക്കെയായാലും ഇന്നലത്തെ ദിവസം എനിക്ക് മറക്കാൻ സാധിക്കില്ല. അത്രയധികം സ്നേഹം നീ എനിക്ക് ഇന്നലെ തന്നു എന്നൊക്കെ പറഞ്ഞ് നവ്യ അവിടെ നേറ്റു പോവുകയാണ്. അപ്പോൾ ആകെ പെട്ടല്ലോ എൻ്റെ ഈശ്വര, എന്താ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മുടെ അഭി അവിടെ ഇരിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് അഭിയും ജലജയും തമ്മിലുള്ളൊരു സംസാരമാണ്. മാക്സിമം നമ്മുടെ നയന വീട്ടിലേക്ക് പോയതിന് ദേവയാനിയുടെ അടുത്ത് പോയിട്ട് വളരെയധികം കുശുമ്പും കുഞ്ഞായ്മയൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് നമ്മുടെ ജലജയോട് പറയാണ് നമ്മുടെ അഭി. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഭാര്യ ഭർത്താവും കൂടി സ്നേഹിക്കാൻ നോക്കിയതായിരുന്നു, പക്ഷെ അത് തുടക്കത്തിൽ തന്നെ പാളിപ്പോയി. ഇനി അമ്മയും മോനും തമ്മിൽ തെറ്റിക്കണം, എന്നാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് പെട്ടെന്നൊന്നും നടക്കില്ല. ഏടത്തിയും ആദർശും തമ്മിലുള്ള ബന്ധം അത്ര ദൃഢമാണ്. നിന്നെ പോലെയല്ല ആദർശ് അവൻ്റെ അമ്മയെ അത്ര അധികം സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ നമ്മുടെ ജലജ അഭിയോട് പറയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, എനിക്കും ഈ ലോകത്തെ ഏറ്റവും വലുത് എൻ്റെ അമ്മ തന്നെയാണെന്ന് പറയുമ്പോൾ ഉവ്വ അത് വെറുതെ നിനക്ക് പറയണതാണ് എന്നൊക്കെ നമ്മുടെ ജലജ അഭിയോട് പറയുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ദേവയാനി കടന്നു വരുന്നത്. അപ്പോൾ ദേവയാനിയോട് ജലജ പറയുന്നുണ്ട്, പട്ടിണി കിടന്നിട്ടും പരിഭവിച്ചിട്ടൊന്നും കാര്യമില്ല ഏടത്തി. അങ്ങനെ കാണിക്കുന്ന സമയത്ത് മാത്രമേ ഏട്ടത്തിയോട് ആദർശന് സ്നേഹമുള്ളൂ. ഇപ്പോൾ ഏട്ടത്തിയേക്കാളും വലുത് അവൻ്റെ ഭാര്യയാണ്. അതുകൊണ്ടാണ് ഏട്ടത്തിയോട് പോലും പറയാതെ അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ദേവയാനിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷം കുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജലജ. എന്നാൽ അപ്പോൾ തന്നെ ദേവയാനി മറുപടി കൊടുക്കുന്നുണ്ട്, എൻ്റെ മകനെ എനിക്ക് നന്നായിട്ട് അറിയാം, അവൻ എന്നെ മറന്നുകൊണ്ടൊന്നും ചെയ്യില്ല എന്ന് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ അഭി പറയുന്നുണ്ട്, എന്നാൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മായിനെ ആദർശേട്ടൻ മറക്കുന്നുണ്ട് എന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ആദർശ് ഇവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. ആദർശിനെ കണ്ട വഴിക്ക് നമ്മുടെ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇപ്പോൾ നയനയെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവളുടെ അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ടാണ് ഞാൻ അവളെ വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചത് എന്ന് പറയുന്നുണ്ട്. അസുഖമുള്ള അവളുടെ അമ്മയുടെ അടുത്തേക്ക് വിട്ടിട്ട് ആ അസുഖം കൂടി പകർന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനാണോ നീ അവളെ വിട്ടിട്ടുള്ളത്? ഇവിടെ വയസ്സായ ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ഈ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശിനോട് ദേഷ്യപ്പെടുകയാണ് ദേവയാനി. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ മുത്തശ്ശി കടന്നു വരുന്നത്. എന്താണ് ഇവിടെ പ്രശ്നം? എന്താണ് നിങ്ങളിവിടെ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ മുത്തശ്ശി കടന്നു വരികയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, ഞാൻ നയനയെ അവളുടെ വീട്ടിലേക്ക് പോകുവാൻ സമ്മതിച്ചതിനാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവളുടെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് നയന പോയത് എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതിനെന്താണ് ഇവിടെ പ്രശ്നം? അമ്മമാർക്ക് അസുഖം വരുമ്പോൾ മക്കൾ തന്നെയല്ലേ അവരെ ശുശ്രൂഷിക്കേണ്ടത്? അതിനു വേണ്ടിയിട്ടല്ലേ നയന പോയിട്ടുള്ളത്? ഇനി വേണമെങ്കിൽ 2 ദിവസം നയനയ്ക്ക് അവിടെ നിൽക്കണമെങ്കിൽ നിന്നോട്ടെ, അതിനിവിടെ ആർക്കാണ് പ്രശ്നമെന്നാണ് നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നത്. ഇത് കേട്ട് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ അമ്മയോട് ഇതിന് മറുപടി പറയുന്നില്ല, എനിക്ക് മറുപടി പറയാനുള്ളത് ആദർശിനോടാണ്. ഞാൻ ആദർശിനോട് പറഞ്ഞത് മറക്കണ്ട, എനിക്ക് തന്ന വാക്ക് നീ പാലിച്ചില്ലെങ്കിൽ അവളുടെ അമ്മയ്ക്ക് പകരം ഞാനായിരിക്കും ഇവിടെ വയ്യാതെ കിടക്കുന്നത്, അത് നീ മറക്കണ്ട ആദർശേ എന്ന് പറയുകയാണ്. ഇത് കേട്ട മുത്തശ്ശിക്ക് ദേഷ്യം വരാണ്. മുത്തശ്ശി ആദർശനോട് പറയുന്നുണ്ട്, ആദർശേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളത് ശരി ആരുടെ ഭാഗത്താണോ അവരുടെ ഭാഗത്ത് നിൽക്കണമെന്നാണ് നിന്നെ കൊച്ചുനാൾ മുതൽ പഠിപ്പിക്കുന്നത്. അത് നീ ഒരിക്കലും മറക്കരുത്. നിന്റെ ഭാര്യയുടെ ഭാഗത്ത് ശരിയെങ്കിൽ അത് നീ അവളുടെ ഭാഗത്ത് തന്നെ നിൽക്കണം. അതല്ലാതെ ഓരോ ബന്ധങ്ങളുടെ സ്ഥാനം പറഞ്ഞിട്ട് നീ അതിൽ നിന്നും വ്യതിചലിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി വളരെ ദേഷ്യത്തോടെ ആദർശനോട് സംസാരിക്കുകയാണ്. അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, ഈ വീട്ടിൽ മരുമക്കളായി കടന്നു വന്ന ആരും നിന്റെ മുത്തശ്ശനും നിന്റെ അച്ഛനും ബിസിനസ്സിന് വേണ്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ അവർ തിരിച്ചു വരുമ്പോൾ മരുമക്കളായ ഇവിടെ കിടന്നു വന്ന ആരും ഇവിടെ നിന്ന് പുറത്തു പോകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ മുത്തശ്ശിൻ്റെയും നിന്റെ അച്ഛൻ്റെയും യഥാർത്ഥ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കും. അത് നിങ്ങൾ വെറുതെ അതിനു വേണ്ടി മുതിരാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടുന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജലജ നമ്മുടെ ദേവയാനിയോട് പറയാണ്,
വീട്ടിൽ തന്നെ ഇവൾമാരെ സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ടേടത്തി, പിന്നെ എങ്ങനെയാണ് അവർ ഇതേപോലെ പെരുമാറാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അമ്മായിയുടെ ഈ സ്വഭാവം ഒന്ന് നിർത്തുമോ? നിന്റെ ഭാര്യ നിന്റെ വീട്ടിലേക്ക് പോയിട്ടില്ലേ, അവളുടെ അമ്മ കുത്തി നിറച്ച വിഷമെല്ലാം അവൾ ഇവിടെ വന്നിറക്കും, അതൊക്കെ സഹിക്കേണ്ടി വരുന്നത് ഞങ്ങളാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറഞ്ഞു, നയനയുടെ മനസ്സിൽ വിഷമൊന്നുമില്ല എന്ന് പറയാണ്. ഇത് കേട്ട ജലജ പറയാണ്, അപ്പോൾ ഞങ്ങളാണ് വിഷം തുപ്പുന്നത് അല്ലേ? കേട്ടില്ലേടത്തി മോൻ പറയുന്നത് നമ്മളാണ് വിഷം തുപ്പുന്ന ആൾക്കാരെന്ന്. അപ്പോൾ ആദർശ് വളരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എൻ്റെ അമ്മയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കരുത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ പോവുകയാണ്. അതിനുശേഷം ജലജ പറയുന്നുണ്ട്, നല്ലത് പറഞ്ഞു കൊടുത്താലും ഏട്ടത്തിയുടെ മോൻ്റെ മനസ്സിലേക്ക് കയറില്ല, അതെങ്ങനെയാണ് കയറുക? ഏട്ടത്തിയുടെ മോൻ്റെ മനസ്സിൽ നിറയെ അവൾ മാത്രമല്ലേ, വേറെ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ദേവയാനി അവരോട് തിരിച്ച് ദേഷ്യപ്പെടാണ്. അങ്ങനെയൊന്നുമില്ല, എൻ്റെ മകനെ എനിക്ക് നന്നായിട്ടറിയാം, നിൻ്റെ മകൻ്റെ പോലെ സ്വാർത്ഥനല്ല എൻ്റെ മകൻ, അവൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ കഴിയുന്നവനാണ് എൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി വളരെ ദേഷ്യത്തിൽ അവിടുന്ന് പോവുകയാണ്. ഇത് കേട്ട് ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് നമ്മുടെ ജലജയും അഭിയും. കാരണം ആ ഒരു പ്ലാൻ ചെയ്തതൊന്നും നടന്നില്ല. ദേവയാനിയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാൻ നോക്കിയിട്ട് നടന്നില്ല എന്നുള്ള ഒരു വിഷമത്തോടെ നിൽക്കുന്ന ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സീരിയലിൻ്റെ റിവ്യൂസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.